അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം, അമ്മാ ബഅദ്. സഹോദരങ്ങളെ, വ്യാഴാഴ്ച ജൂലൈ 16 വ്യാഴാഴ്ച ഒരു ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കാനും അതിനോടൊപ്പം ആ മയ്യത്ത് മറമാടുന്ന വിഷയത്തിൽ പങ്കെടുക്കാനും അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖുണ്ടായി. ആ വിഷയത്തിൽ അള്ളാഹുവിനെ ആദ്യമായിട്ട് സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജനാസ നമസ്കാരവും അതിനുശേഷം മയ്യത്ത് മറമാടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹായിട്ടുള്ള ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരോട് പറയുകയാണ്, ഒരു വ്യക്തി ജനാസ നമസ്കരിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹം കൂടെ കൊണ്ടുപോകുന്നത് ഒരു ഖീറാത്ത് പ്രതിഫലമാണ്. എന്നാൽ ആ വ്യക്തി മയ്യത്ത് മറമാടുന്നതോടൊപ്പം നിൽക്കുകയും അതിൽ പങ്കെടുക്കുകയും മറമാടിയതിനു ശേഷം പോവുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം 2 ഖീറാത്ത് പ്രതിഫലമാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ സഹാബിമാർ റളിയല്ലാഹു അൻഹും അജ്മഈൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, എന്താണ് പ്രവാചകരെ ഖീറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു, ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉഹദ് മലയോളം അത്ര പ്രതിഫലം. 2 ഖീറാത്ത് എന്ന് പറഞ്ഞാൽ 2 ഉഹദ് മലയോളം പ്രതിഫലം. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വലിയ പ്രതിഫലമാണ് അന്ന് ആ ദിവസം ഈ ജനാസ നമസ്കാരത്തിലും മയ്യത്ത് മറമാടുന്നതിലും പങ്കെടുത്തിട്ടുള്ള ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതൊരു വലിയ നിഅമത്താണ്. ഇവിടെ നമ്മൾ ഒരു വിഷയം അടിവരയിട്ട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ, നമ്മുടെ ബന്ധുമിത്രാദികളിൽ ആരുടെയെങ്കിലും ഒക്കെ ഒരു മരണ അറിയിപ്പ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോകാനും ജനാസ നമസ്കരിക്കാനും മയ്യത്ത് മറമാടുന്നതിൽ പങ്കെടുക്കാനും ഒക്കെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നെയ്യത്തായി. ആ നെയ്യത്തോട് കൂടിയിട്ട് നമുക്ക് അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ, നമസ്കരിച്ചു കഴിഞ്ഞാൽ 2 ഖീറാത്ത് പ്രതിഫലം ലഭിക്കുന്നു. എന്നാൽ ചില വ്യക്തികൾ അവിടെ പോയി ജനാസ നമസ്കരിക്കുന്നതിനേക്കാളും അവിടെ പോയി മയ്യത്ത് മറമാടുന്നതിൽ പങ്കെടുക്കുന്നതിനേക്കാളും ഊന്നൽ നൽകുന്നത് മരണപ്പെട്ടു പോയ വ്യക്തിയുടെ മക്കളുണ്ടാകും അവിടെ, അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുണ്ടാകും അവിടെ. അവരടുത്ത് എൻ്റെ പ്രസൻസ്, ഞാനിവിടെ വന്നിരുന്നു എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അവരെ കാണണം, അവരുമായിട്ട് ഹസ്തദാനം ചെയ്ത് തൻ്റെ പ്രസൻസ് അവരെ അറിയിക്കണം എന്ന നെയ്യത്തിന് ഊന്നൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ 2 ഖീറാത്ത് പ്രതിഫലത്തിന്റെ വിഷയത്തിൽ സംശയം നിഴലിക്കുകയാണ്. കാരണം നിങ്ങളുടെ നെയ്യത്ത് മാറിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഇന്നമൽ അഅ്മാലു ബിന്നയ്യാത്ത്, പ്രവൃത്തികളുടെ പ്രതിഫലം അത് നെയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നെയ്യത്ത് മാറിപ്പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന ഈ 2 ഖീറാത്ത് പ്രതിഫലത്തിൽ നിന്ന് സംശയാസ്പദമായ ചുറ്റുപാടുകളാണ് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെടുമോ എന്ന് ഗൗരവപൂർവം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനാസ നമസ്കാരത്തിനും മറമാടൽ വിഷയത്തിലും നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉറച്ചൊരു നെയ്യത്തുണ്ടാകേണ്ടത് ജനാസ നമസ്കരിക്കാനും നമ്മൾ മയ്യത്ത് മറമാടുവാനാണ് പോകുന്നത് എന്ന ഒരു ഉറച്ച നെയ്യത്തുണ്ടാകണം എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ആ ജനാസ മറമാടിക്കഴിഞ്ഞതിന് ശേഷം അവിടെ കണ്ടിട്ടുള്ള ചില അനിസ്ലാമിക വിഷയങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതെന്തെന്നാൽ, ജനാസ അവിടെ മറമാടിക്കഴിഞ്ഞതിന് ശേഷം, മയ്യത്ത് മറമാടിക്കഴിഞ്ഞതിന് ശേഷം ആളുകൾ എല്ലാവരും കൂടി ആ ഖബറിന് ചുറ്റും വട്ടമിട്ട് നിന്നുകൊണ്ട് അവര് തസ്ബീഹ് ചെല്ലാൻ വേണ്ടി തുടങ്ങി. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സവാൽ, അല്ലാഹുമ്മ അൽഹിൽഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫൻ ഖബറൻ ജംബഹി, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് പറയുന്ന ദുആ എല്ലാവരും കൂടി ആ ഖബറിന്റെ ചുറ്റും വട്ടമിട്ട് നിന്നുകൊണ്ട് ഉച്ചത്തിൽ അവർ ഈ ദുആ ചൊല്ലാൻ വേണ്ടി തുടങ്ങി. ഈ സമയത്താണ് ആ ഖബറിന്റെ അടുത്തേക്ക് ആ പള്ളിയിലെ ഇമാം കടന്നു വരുന്നത്. ആ ഇമാമിന്റെ പിന്നിലാണ് ഞാനും ഈ ഖബറിന് ചുറ്റും നിൽക്കുന്ന ആളുകളൊക്കെ ഇശാ നമസ്കരിച്ചത്. അതേ ഇമാമിന്റെ പിന്നിൽ തന്നെയാണ് ഈ മറമാടപ്പെട്ട മനുഷ്യന്റെ ജനാസ നമ്മളെല്ലാവരും നമസ്കരിച്ചത്. ആ ഇമാം ഈ ഖബറിനടുത്തേക്ക് വന്നുകൊണ്ട് ജനങ്ങളോട് പറയുകയാണ്, യാ ഇഖ്വാൻ, സഹോദരങ്ങളെ,
നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തി ഇത് സുന്നത്തിൽ ഇല്ലാത്തൊരു പ്രവൃത്തിയാണ്. നിങ്ങൾ ഈ ഉച്ചത്തിൽ ഓതുന്നത്. നിങ്ങളെല്ലാവരും സൈലന്റ് ആയിട്ട് ഈ ദുആ ചൊല്ലിക്കൊണ്ടിരിക്കുക. എത്ര നേരം നിങ്ങൾക്ക് ചെല്ലാൻ കഴിഞ്ഞുവോ അത്രയും സമയം. ഇദ്ദേഹം ഈ അനൗൺസ്മെന്റ്, ഒരു മൈക്രോഫോൺ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ കയ്യിൽ, അത് വെച്ചിട്ടാണ് ഇദ്ദേഹം ഈ അനൗൺസ്മെന്റ് പറയുന്നത് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട്. ഉടനെ തന്നെ ആ ക്രൗഡ്, ആ ജനക്കൂട്ടം പിൻ ഡ്രോപ്പ് സൈലൻസ്, നിശബ്ദരായി. പിന്നെ അവര് മനസ്സിനകത്താണ് ഈ ദുആ അവർ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇമാം തന്റെ സന്ദർശനമൊക്കെ കഴിഞ്ഞ് പള്ളിയിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ ആ ഇമാം പള്ളിയിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ, ഈ ക്രൗഡ് യാസീൻ ഉച്ചത്തിൽ ഓതാൻ തുടങ്ങി. എല്ലാവരും കൂടി ഒരേ ശബ്ദത്തിൽ യാസീൻ ഓതി. അതിനുശേഷം ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ കൂടിയിരുന്ന കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഉസ്താദ്, അദ്ദേഹം 2 കൈയെടുത്ത് ദുആ ചെയ്യുകയാണ്. ആ ദുആക്ക് അവിടെ കൂടിയിരുന്നവരെല്ലാവരും ആമീൻ പറയുകയുണ്ടായി. ഇവിടെ ഈ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 വിഷയങ്ങൾ ഞാൻ എൻ്റെ സഹോദരന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, നമ്മളൊക്കെ അവിടെ നിന്ന് ഉച്ചത്തിൽ തസ്ബീഹ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇത് സുന്നത്തിനോട് ചേർന്നതല്ല, നിങ്ങൾ മനസ്സിനകത്ത് നിങ്ങൾ ഈ ദുആ ഓതുക, ദുആ ചൊല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ വ്യക്തി പറഞ്ഞ ഉടനെ തന്നെ നമ്മൾ അദ്ദേഹത്തെ അനുസരിച്ചു. അങ്ങനെ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് നമ്മളുടെ ബ്ലഡിനകത്ത് അള്ളാഹ് ഇട്ട് തന്നിട്ടുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ആ വിഷയം ഖുർആനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക, നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെ അനുസരിക്കുക. അപ്പോൾ ഇവിടെ വന്ന് നമ്മളോട് നിങ്ങൾ ഉച്ചത്തിൽ ഇങ്ങനെ ഓതുന്നത് സുന്നത്തിന്റെ ഭാഗമല്ല, നിങ്ങൾ ശാന്തമായി ഓതൂ എന്ന് പറഞ്ഞത് അത് ഒരു ഉലിൽ അമറാണ്, നമ്മുടെ കൈകാര്യകർത്താവാണ്. ആ പള്ളിയും ഈ ഖബർസ്ഥാനും അത് നിൽക്കുന്ന ആ ചുറ്റുപാടുകളിലൊക്കെയുള്ള ആളുകളുടെയൊക്കെ കൈകാര്യകർത്താവാണ്. അവിടെ വരുന്ന പോലീസ് പോലും ഇദ്ദേഹത്തെ അനുസരിക്കണം. കാരണം ഇദ്ദേഹം ഇമാമാണ്. ആ ഇമാമിനെ നമ്മൾ അനുസരിച്ചു, അൽഹംദുലില്ലാ. എന്നാൽ ആ ഇമാമ് പോയതിനു ശേഷം നമ്മൾ അദ്ദേഹത്തെ നിരസിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളെ തിരസ്കരിച്ചുകൊണ്ട് വീണ്ടും യാസീൻ ഉച്ചത്തിൽ ഓതാൻ വേണ്ടി തുടങ്ങി. ഈ ഒരു ചുറ്റുപാട്, അതായത് നമുക്ക് താക്കീതുകാരൻ വരുന്നു. ആ താക്കീതുകാരൻ വരുമ്പോൾ 2 സിനാരിയോ ഉണ്ട്. ഒന്ന്, താൽക്കാലികമായി അതിനെ അംഗീകരിക്കുന്നു. 2, അള്ളാഹ് അങ്ങനെ ഒന്നും ഇറക്കിയിട്ടില്ലാന്നേ എന്ന് പറഞ്ഞുകൊണ്ട് താക്കീതുകാരനെ നിഷേധിക്കുന്നു. ഈ വിഷയം സൂറ അൽ മുൽക്ക് 67-ാമത്തെ സൂറത്തില് 8 മുതൽ തുടങ്ങുന്ന വചനങ്ങളിൽ വളരെ കൃത്യമായിട്ട് അള്ളാഹ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ആ വചനങ്ങൾ ആദ്യമായിട്ട് ഞാനൊന്ന് ഓതി കേൾപ്പിക്കാം. അതിനുശേഷം അതിന്റെ അർത്ഥം നമുക്ക് നമ്മൾ ഈ ചെയ്തിട്ടുള്ള പ്രവൃത്തിയുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. തകാദു തമയ്യദു മിനൽ ഗൈദ് കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖദനതുഹാ അലം യഅതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير.
ഈ ഖുർആനിക വചനങ്ങൾ ഇപ്പോൾ ഞാൻ ഇവിടെ പാരായണം ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്കൊരു താക്കീതുകാരൻ വന്നപ്പോൾ, അതായത് പള്ളിയിലെ ഇമാം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെ അദ്ദേഹത്തെ നിഷേധിച്ചു തള്ളി. തുടക്കത്തിൽ നമ്മൾ അദ്ദേഹത്തെ അനുസരിച്ചു, പിന്നീട് അദ്ദേഹത്തെ നിഷേധിച്ചു തള്ളി, നേരത്തെ ഊതിയനേക്കാളും ഉച്ചത്തിൽ സൂറ യാസീൻ ഓതാൻ തുടങ്ങി. ഇതാണ് നമ്മൾ താക്കീതുകാരനെ നിഷേധിച്ചിട്ടുണ്ടായിരുന്നത്. ആ വിഷയമാണ് ഇവിടെ ഖുർആനും ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് പറയുന്നത് തകാദു തമയ്യദു മിനൽ ഗൈദ് കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖദനതുഹാ അലം യഅതികും നദീർ. കോപം കൊണ്ട് നരകം പൊട്ടിപ്പിളറുമാറാകും. ആ സമയത്ത് കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജും, ആ നരകത്തിന്റെ കാവൽക്കാരൻ ഒരു ഫൗജ് ആളുകളെ, ഒരു ഫൗജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പട്ടാളം, ഒരു ബറ്റാലിയൻ ആളുകളെ ഇങ്ങനെ നരകത്തിലേക്ക് എറിയുകയാണ്. കാരണം നരകത്തിന്റെ കാവൽക്കാരനായിട്ടുള്ള മലക്കിന്റെ വലിപ്പം, അതിന്റെ ആകാരം നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത അത്രയാണ്. കാരണം ഒരു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പൂർണ്ണ രൂപത്തിൽ 2 പ്രാവശ്യം കാണിച്ചു തരികയുണ്ടായി. അതായത് ജിബ്രീൽ അലൈഹിസ്സലാം അവരുടെ 2 ചിറകുകൾ ഇങ്ങനെ വിടർത്തുകയാണെന്നുണ്ടെങ്കിൽ മശ്രിക്കും മഗ്രിബും മുട്ടും, അതായത് ഈ ലോകത്തിന്റെ സൗത്ത് പോളും നോർത്ത് പോളും മുട്ടും. അത്രയ്ക്കും വലിപ്പമുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച്. ആ ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപം പൂണ്ടാണ് ഇവിടെ വരുന്നത്. ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടിയിട്ട് മലക്കുകൾ, തനദ്ദലുൽ മലായികത്തു എന്ന് പറയുന്ന ഹദീസ് ഖുർആൻ വാക്യത്തിനകത്ത് മലക്കുകൾ ഇറങ്ങുമെന്ന് പറയുന്നുണ്ടല്ലോ. ഒരു മലക്കിന് മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര വ്യാപ്തിയെ ഈ ഭൂമിക്കുള്ളൂ. പക്ഷെ അവർ വരുന്നത് ഈ ഭൂമിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ നരകത്തിലേക്ക് എറിയുന്ന ഈ മലക്ക് വളരെയധികം വലിപ്പമുള്ള ഒരു മലക്കാണ്. ആ മലക്കിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ ഈ കൈക്കുള്ളിൽ 100 200 ആളുകൾ, ഒരു ബറ്റാലിയൻ, ഫൗജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഫൗജ് കൈക്കകത്തുണ്ടാവും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, കയ്യിൽ ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ഒരു ഉറുമ്പ് കൂട്ടിൽ പോയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ 1000-ൽ കൂടുതൽ ഉറുമ്പ് നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പൊ ഇതുപോലെയാണ് മനുഷ്യന്റെയും മലക്കിന്റെയും റേഷ്യോ. നമ്മൾ അവരുടെ മുൻപിൽ വെറും ഉറുമ്പുകളാണ്. അങ്ങനെ ആ മലക്ക് ഇത്രയും ആളുകൾ, ഒരു ഫൗജ് ആൾക്കാരെ എടുത്തിട്ട് ഇങ്ങനെ നരകത്തിലേക്ക് എറിയുന്ന സമയത്ത് ചോദിക്കുന്ന ചോദ്യമാണ്, അലം യഅതികും നദീർ, നിങ്ങൾക്കൊരു താക്കീതുകാരൻ വന്നിരുന്നില്ലേ? അതിന് അവര് നരകത്തിലേക്ക് എറിയപ്പെടുന്നവര് മറുപടി പറയുന്നതാണ് 9ാമത്തെ വാചകത്തിൽ കൊടുത്തിരിക്കുന്നത്. ഖാലൂ ബല, വന്നിരുന്നു. ഖദ് ജാഅനാ നസീറും, ഞങ്ങൾക്ക് ഒരു നസീർ വന്നിരുന്നു. വഖുൽന, ഞങ്ങൾ എന്തു പറഞ്ഞു? മാ നസ്സലല്ലാഹു മിൻ ഷൈ, അള്ളാഹ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, അള്ളാഹ് അങ്ങനെ ഒന്നും ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവരെ നിഷേധിച്ചു. ആ നിഷേധിച്ചത് അവരവിടെ അംഗീകരിക്കുകയാണ്. ആ നിഷേധിച്ചതിന്റെ കെയർ ഓഫിലാണ് അവർ നരകത്തിലേക്ക് എറിയുന്നത്. ആ സമയത്ത് അവര് ഖേദം പ്രകടിപ്പിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്. അതാണ് 10ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ലൗ കുന്നാ നസ്മഉ വഖാലു, അവർ പറയും, വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ, ഞങ്ങൾ അന്ന് ആ താക്കീതുകാരൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ, അനുസരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഈ ജ്വലിക്കുന്ന നരകാഗ്നിയുടെ അവകാശികൾ ആവുകയില്ലായിരുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും, നമുക്ക് വരുന്ന അറിവുകൾ, നമുക്ക് തരുന്ന വാണിങ്ങുകൾ, നമ്മളതിനെ നിഷേധിക്കുകയാണ്. എന്താണ് നിഷേധിക്കാൻ കാരണം? അത് വഹാബിയാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പുറത്ത് അത് സുന്നിയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തികളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെയും ഖുർആൻ വാക്യങ്ങളെയും ഒക്കെ ടാഗ് ചെയ്തുകൊണ്ട് നമ്മൾ സൗസരോചിതമായി അതിനെ നിരസിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആ നിരസിക്കുന്നവർക്ക് ഉണ്ടാകുന്ന നഷ്ടമാണ് ഈ ഖുർആൻ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം, ആ ഇമാം വന്ന് നിങ്ങളുടെ മനസ്സിനകത്ത് ദുആ ചെയ്യുക എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ യാസീൻ ഓതി കഴിഞ്ഞതിന് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അപ്പോൾ ഇത്രയും ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഉച്ചത്തിൽ ഓതുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. എന്നാൽ ഇത് അടുത്തു കൂടാതെ വേറൊരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്തെന്നാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്. ജാമിഅ തിർമിദിയിലുള്ള ഹദീസാണ്, 2877 നമ്പർ ഹദീസ്. അതിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ശ്മശാനമാക്കരുത്, ഖബറിസ്ഥാൻ ആക്കരുത്. വീടുകളിൽ, അൽ ബഖറ ഓതുന്ന വീടുകളിൽ ശൈത്താൻ പ്രവേശിക്കുകയില്ല. ഇതാണ് ഹദീസ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഹദ്ദിസീനുകൾ, ഹദീസ് വിവരിച്ചു തരുന്നവർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് എന്തെന്നാൽ, ഖബറിസ്ഥാനിൽ, ശ്മശാനങ്ങളിൽ ഖുർആനില്ല, ഖുർആൻ ഓതുന്നില്ല. എന്നാൽ നിങ്ങളുടെ വീട് അതുപോലെ ശ്മശാനമാക്കരുത്, ഖബറിസ്ഥാനാക്കരുത്, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ് ഈ ഹദീസ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പല പണ്ഡിതന്മാരും
അത് ഖബറിസ്ഥാനിൽ ഖുർആൻ ഓതുന്നതിനെ വിരോധിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ സഹാബിമാരോ അവരെല്ലാവരും ഒരുപാട് പ്രാവശ്യം ഖബർ സന്ദർശിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല രാത്രികളിലും പോയിട്ട് ജന്നത്തിൽ ബഖീയിൽ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഖുർആൻ ഓതിയതായിട്ട് ഒരുവിധ തെളിവുകളുമില്ല. അപ്പോൾ തഖ്വയുടെ ഭാഗമായിക്കൊണ്ട് ഖബറിസ്ഥാനിൽ ഖുർആൻ ഓതുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് വേണ്ടത്. എന്നാൽ ചില പണ്ഡിതന്മാർ അവിടെ ഖബറിസ്ഥാനിൽ ഖുർആൻ ഓതുന്നതിനെ അനുകൂലിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ സഹാബിമാരോ ആരും തന്നെ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തിട്ടില്ല എങ്കിൽ നമുക്കത് വേണ്ട എന്ന ഒരു തീരുമാനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൈക്കൊള്ളേണ്ടത്. ഇവിടെ മുജാഹിദിനോ സുന്നിന്നോ ജമാഅത്തിനോ ഇസ്ലാമിന്നോ അല്ലെങ്കിൽ AK എന്നോ EP എന്നോ എന്നൊരു വ്യത്യാസങ്ങളൊന്നുമില്ല. ഖുർആൻ ഒന്നാണ്, ഇസ്ലാം ഒന്നാണ്. നമ്മൾ ആ രീതിയിലാണ് മുൻപോട്ട് പോകേണ്ടത്. ഇനി ഇവിടെ ഒരു അടുത്ത വിഷയം നമുക്ക് ഉദിക്കുന്ന ഒരു സംശയം എന്തെന്നാൽ, ഇവിടെ ആളുകൾ എല്ലാവരും കൂടി നിന്നുകൊണ്ട് ആ തസ്ബീത്ത് ചൊല്ലുകയുണ്ടായല്ലോ. അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സവാൽ അല്ലാഹുമ്മ അൽഹിൽഹുൽ ജവാബ് എന്ന് പറയുന്ന തസ്ബീത്ത് എല്ലാവരും കൂടി ഉച്ചത്തിൽ ചൊല്ലിയതിനെ ആ ഇമാം വന്നുകൊണ്ട് പറഞ്ഞു, ഇത് സുന്നത്തിന്റെ തരീഖയല്ല, നിങ്ങൾ ശാന്തരായിട്ട് ഇത് ഓതുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഒരു അനിസ്ലാമിക പ്രവൃത്തിയാണ് എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകുന്നു. കാരണം അതുകൊണ്ടാണല്ലോ ഇദ്ദേഹം ഒരു പണ്ഡിതനാണല്ലോ, പണ്ഡിതനായിട്ടുള്ള വ്യക്തി പറയുന്നത് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നു. അങ്ങനെ അവിടെ ചെയ്തു. അത് കഴിഞ്ഞ് ഈ യാസീൻ ഉച്ചത്തിൽ ഓതി ഈ ദുആ ചെയ്തു. ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിനൊന്നും ഇസ്ലാമിൽ തെളിവില്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ ഒരു അനിസ്ലാമികമായ പ്രവൃത്തിയായിട്ട് കാണുന്നു. അപ്പോൾ ഈ മരിച്ചു മറമാടപ്പെട്ടിട്ട് ഈ ഖബറിൽ കിടക്കുന്ന ഈ വ്യക്തിയെ ഇതേക്കുറിച്ച് ചോദ്യം ചെയ്യുമോ? അദ്ദേഹത്തിന്റെ മക്കളും ആളുകളും അദ്ദേഹത്തിന്റെ ഖബറിന്റെ മുകളിൽ ചെയ്തിട്ടുള്ള ഈ അനിസ്ലാമിക പ്രവൃത്തിക്ക് ഖബറിൽ കിടക്കുന്ന വ്യക്തിയെ ചോദ്യം ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നൊരു സംശയം. ഈ സംശയത്തിന് ഉത്തരം നമുക്ക് ഖുർആനില് അൽ-ബഖറ സൂറത്തിലെ 2-ാമത്തെ സൂറത്തിലെ 134-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, തിൽക ഉമ്മത്തും ഖദ് ഖലത് ലഹാ മാ കസബത് വലക്കും മാ കസബത്തും വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. അത് കഴിഞ്ഞു പോയൊരു സമുദായമാകുന്നു. അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം അവർക്ക്, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം നിങ്ങൾക്ക്. അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യുകയില്ല. വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. അപ്പോൾ ഇവിടെ ഖബറിന്റെ മുകളിൽ അവർ പ്രവർത്തിച്ചതിനെ കുറിച്ചിട്ട് ഖബറിൽ കിടക്കുന്ന ആളിനോട് ചോദിക്കപ്പെടുകയില്ല എന്നാണ് നമുക്ക് ആശ്വാസം ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നം എന്തെന്നാൽ, ഈ വ്യക്തി ഖബറിലേക്ക് പോകുന്നതിന് മുൻപ് സ്വന്തം മക്കളോടും സഹോദരങ്ങളോടും ഞാൻ മരിച്ചാൽ എന്ത് ചെയ്യണമെന്നത് ചെയ്യാൻ പാടില്ല, ഇതൊക്കെ ബിദ്അത്തുകളാണ്, ഇതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണം എന്ന് അദ്ദേഹം അവരെ പൂർണ്ണമായി അപ്ഡേറ്റ് ചെയ്യാതെ വസിയത്ത് ചെയ്യാതെയാണ് അദ്ദേഹം മരണപ്പെട്ടതെങ്കിൽ ഇവരീ ചെയ്യുന്ന അനിസ്ലാമികമായ പ്രവൃത്തിക്ക് ഖബറിൽ കിടക്കുന്ന ആളും ഉത്തരവാദി എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന വിഷയം ഞാൻ എൻ്റെ മക്കളോടും എൻ്റെ ബന്ധുമിത്രാദികളോടും പള്ളിയിലെ ഇമാമിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ ഒരു പ്രാവശ്യം കൂടി ഒരു 10-15 വിഷയങ്ങൾ എൻ്റെ ജനാസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ ഇവിടെ ഞാൻ വിവരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അത് എൻ്റെ കുടുംബക്കാരും എൻ്റെ മക്കളും എൻ്റെ സഹോദരങ്ങളും എന്നെ സ്നേഹിക്കുന്നവരും ഇത് ഞാൻ എൻ്റെ മരണശേഷം പ്രാവർത്തികമാക്കാൻ ഒരു വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഒന്നാമതായിട്ട് പറയാനുള്ളത്, എൻ്റെ മരണം നടന്നു കഴിഞ്ഞാൽ എത്രയും എളുപ്പത്തിൽ ഖബറടക്കം നടത്താനുള്ള ശ്രമം നടത്തേണ്ടത് എൻ്റെ ബന്ധുക്കളുടെയും എൻ്റെ സ്വന്തക്കാരുടെയും എൻ്റെ സുഹൃത്തുക്കളുടെയും ഒരു ഉത്തരവാദിത്തമാണെന്ന് ഞാൻ അവരോട് വസിയത്ത് ചെയ്യുകയാണ്. ഞാൻ ഫജറിനാണ് മരണപ്പെടുന്നതെങ്കിൽ ദുഹറിൻ്റെ ജമാഅത്തോട് കൂടിയിട്ട് ഖബറടക്കം നടന്നിരിക്കണം. ഞാൻ ദുഹറിനാണ് മരണപ്പെടുന്നതെങ്കിൽ അസറിനോ മഗ്‌രിബിനോ ഖബറടക്കം നടത്താനുള്ള ശ്രമം നിങ്ങൾ ചെയ്തിരിക്കണം. ഏത് സമയത്താണോ ജമാഅത്തുള്ളത്, കാരണം ജമാഅത്തിൽ പങ്കെടുക്കുന്നവരുടെ ജനാസ നമസ്കാരം കൂടി ലഭിക്കുമല്ലോ. അങ്ങനെ ഒരു മറമാടലാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമതായിട്ട്
ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നീല ടർപ്പാള കെട്ടി കുറെ കസാര വാടകയൊക്കെ എടുത്ത് അവിടെ ഇട്ട് 2 ഫ്ലാസ്കിൽ ചായയും വെച്ച് കുറച്ച് ബിസ്ക്കറ്റും ഒക്കെ വെച്ച് ജനങ്ങളെ സ്വീകരിക്കുന്ന ഒരു ഏർപ്പാട് പാടില്ല. അവിടെ നീല ടർപ്പാഴ കൊണ്ടൊരു പന്തലോ അല്ലെങ്കിൽ കസാര വാടകയൊക്കെ എടുക്കലോ പാടില്ല. അടുത്തതായിട്ട് പറയാനുള്ളത്, എൻ്റെ മരണം നടന്നു കഴിഞ്ഞാൽ കാണാൻ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാഹനങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്ത് പാർക്ക് ചെയ്യാതെ ചുരുങ്ങിയത് ഒരു 100 മീറ്റർ ദൂരെയെങ്കിലും പാർക്ക് ചെയ്തുകൊണ്ട് നടന്നു വരാൻ വേണ്ടിയിട്ട് ഞാനൊരു അപേക്ഷ സമർപ്പിക്കുകയാണ്. കാരണം ഞാൻ മരിച്ചതിൻ്റെ കെയർ ഓഫിൽ അയൽക്കാർക്ക് എന്നെ കാണാൻ വരുന്നവരുടെ വണ്ടികളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ കാണാൻ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വന്നു കണ്ടു, ബന്ധുമിത്രാദികളോട് നിങ്ങൾ അനുശോചനം അറിയിച്ചു, ഉടനെ തന്നെ അവിടെ നിന്ന് മടങ്ങിപ്പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷയാണ്. ഞാൻ മരണപ്പെട്ടതിന് ശേഷം അതറിഞ്ഞിട്ടും വരാതിരിക്കുന്നതിനോടും ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അത്രയും ക്രൗഡ് ആ ചുറ്റുപാട് കുറഞ്ഞു കിട്ടുമല്ലോ. പള്ളിയിൽ കമ്മിറ്റിക്കാരുമായിട്ട് നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ പള്ളിയിൽ മറമാടുന്നതിന് മുൻപ് മുഖം അവിടെ വരുന്ന എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനും അതേപോലെ തന്നെ എൻ്റെ അമുസ്ലിം സുഹൃത്തുക്കൾക്കും എൻ്റെ മുഖം കാണിച്ചു കൊടുക്കാനുമുള്ള ഏർപ്പാട് ചെയ്തതുകൊണ്ട് വീട്ടിൽ വന്ന് ഒരു മുഖം കാണുന്നതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്, സുന്നത്താണ്. അതിന് അർഹതപ്പെട്ട ഒരുപാട് വേറെ ആളുകളുണ്ട്. മരണത്തിൽ വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന കുറേ ആളുകളുള്ള ചുറ്റുപാടിൽ നിങ്ങൾ അവിടെ പോകണം, ആ വീട്ടിൽ ചെല്ലണം, അവരെ സമാധാനിപ്പിക്കണം. പക്ഷെ ഇത്തരം ഒരു ചുറ്റുപാട് എൻ്റെ കുടുംബത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയാൻ കാരണം. എന്നാൽ അത് ഇസ്ലാമിൽ ഇല്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ പോകണം, അവരെ ആശ്വസിപ്പിക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. പക്ഷെ ഇവിടെ ഞാൻ താമസിക്കുന്ന എൻ്റെ ചുറ്റുപാടിൽ എൻ്റെ വീട്ടുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഈമാൻ നല്ല ഉറപ്പുള്ള വ്യക്തികളാണ്. അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി ഞാൻ പോയി എന്ന് അവർക്ക് സ്വയം അവരെ സമാധാനിപ്പിക്കാനുള്ള കഴിവുള്ള വ്യക്തികളായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വീട്ടിൽ വന്ന് കാണേണ്ട ആവശ്യമില്ല, മറിച്ച് പള്ളിയിൽ വന്ന് കാണുകയും ജനാദയിൽ പങ്കെടുക്കാമെന്നും പറഞ്ഞതിൻ്റെ രത്നചുരുക്കം ഇതാണ്. അതുകൂടാതെ ഞങ്ങളുടെ നാട്ടിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വെച്ച് പുലർത്തുന്നത് എന്തെന്നാൽ, ഒരു മരണപ്പെട്ട വീട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ജനാസ മറമാടാൻ കൊണ്ടുപോകുന്നത് വരെ ആ വീട്ടിൽ തന്നെ ഇരിക്കണം, പോകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളുണ്ട്. സ്ത്രീകളെ, ഇത് തെറ്റാണ്. ഇങ്ങനെ ഒരു ചിന്ത ഇസ്ലാമിലില്ല. നിങ്ങൾക്ക് അർഹതപ്പെട്ട മയ്യത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം, കാണാം, കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു പോകാം. പോയി നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ വ്യാപൃതരാവുക. ആ കുടുംബക്കാരെ നിങ്ങളോട് അടുത്ത ബന്ധുക്കളാണെന്നുണ്ടെങ്കിൽ അവരെ ആശ്വസിപ്പിക്കുക, സമാധാനിപ്പിക്കുക. നിങ്ങളുടെ ആവശ്യം അവിടെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കൂടാം. എന്നാൽ നിങ്ങളുടെ ആവശ്യം അവിടെ ഇല്ലാത്ത ആളുകൾ ഒരുപാട് അവിടെ തടിച്ചുകൂടുകയും ആ വീട്ടിലെ ടോയ്ലറ്റുകൾ ഉപയോഗിക്കാൻ വരുന്ന സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാവുകയും അടുത്ത വീട്ടിൽ പോയി ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്ത്രീകളെ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾ വെച്ച് പുലർത്തരുത്. നിങ്ങൾ മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളെ മയ്യത്ത് കണ്ടതിന് ശേഷം, നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ചു പോകാം. അടുത്തതായിട്ട്, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ മയ്യത്ത് പരിപാലന സംഘം അദ്ദേഹത്തെ കുളിപ്പിക്കാൻ എടുത്തു കൊണ്ടുപോകും, ആംബുലൻസ് കൊണ്ടുവന്നിട്ട്. അങ്ങനെ കുളിപ്പിക്കാൻ എടുത്തു കൊണ്ടുപോയതിനു ശേഷം കുളിപ്പിച്ചിട്ട് വീണ്ടും അതേ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്ന് കിടത്തുകയാണ്. അപ്പോഴേക്കും ഒരുപാട് ആളുകൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ടായിരിക്കും. അവരെല്ലാവരും മയ്യത്തിനെ കാണാൻ വേണ്ടിയിട്ടുള്ള തിക്കും തിരക്കുമായിരിക്കും. എൻ്റെ മയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ, കുളിപ്പിക്കാൻ വേണ്ടി മയ്യത്ത് പരിപാലന സംഘം എടുത്തു കൊണ്ടുപോയതിനു ശേഷം തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതിനെ നേരെ ഖബർസ്ഥാനിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. ഞങ്ങളുടെ നാട്ടിൽ ഖബർസ്ഥാനിലേക്ക് എത്തുന്നതിന് മുൻപ് ആംബുലൻസ് കുറച്ച് ദൂരം നിർത്തിയതിനു ശേഷം അവിടെ നിന്ന് പള്ളിയുടെ മയ്യത്തിന്റെ കട്ടലിലാക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് ആളുകൾ വഹിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വഹിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൽ ഒഴിവാക്കുക. സൈലന്റ് ആയിട്ട് എൻ്റെ മയ്യത്തിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ഈ സംസാരം മുഖേന ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അത് കഴിഞ്ഞാൽ വേറൊരു അനാചാരം നമ്മളവിടെ കണ്ടിരിക്കുന്നത് എന്തെന്നാൽ, മയ്യത്ത് മറമാടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഒരാൾ, അതായത് ഒരു ബന്ധുവായിട്ടുള്ള ഒരു വ്യക്തി ജനങ്ങളോട് പറയുകയാണ്, സഹോദരന്മാരെ വരണം, വീട്ടിൽ വന്നിട്ട് കുന്നി കഴിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുന്നി എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കി വെച്ചിട്ട ഭക്ഷണം. ആരൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഭക്ഷണം തയ്യാറാക്കിയിട്ട് വന്ന് കഴിച്ചിട്ട് പോകണമെന്ന് പറയുന്നു. ആ ഒരു വിഷയം എൻ്റെ ജനാസയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകാൻ പാടില്ല. കാരണം ഇത് ഒരു ഹദീസിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പറയുന്നത്, ഒരു വീട്ടിലൊരു മരണം നടന്നു കഴിഞ്ഞാൽ ആ വീട്ടിലെ ബന്ധുമിത്രാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണം പാകം ചെയ്യാനോ
ഭക്ഷണം കഴിക്കാനോ മനസ്സുണ്ടാവുകയില്ല. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയി അവരെ തീറ്റിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ തീറ്റിക്കുന്നതിന് പകരം ബന്ധുമിത്രാദികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നവരെയാണ് തീറ്റിക്കുന്നത്. ഈ ഒരു പരിപാടി എൻ്റെ ജനാസയുമായി ബന്ധപ്പെട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കും. അതുകൂടാതെ മരണം ആഘോഷമാക്കുന്നതിന് ഞാൻ വിറ്റ്നസ് ആയിട്ടുണ്ട്, ഞാനതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതെങ്ങനെയെന്നാൽ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, ഈ പറഞ്ഞിട്ടുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ മരണം നടന്നു കഴിഞ്ഞാൽ അവരുടെ ബന്ധുമിത്രാദികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനും കഴിക്കാനും പ്രയാസമുണ്ടാകും, നിങ്ങൾ അവരെ തീറ്റിക്കുക എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഒരാൾ അന്ന് അദ്ദേഹം ലഞ്ച് ഓർഡർ ചെയ്യുകയാണ്, വലിയ ഹോട്ടലിലെ വലിയ വിലപിടിപ്പുള്ള ഭക്ഷണം. എന്നിട്ട് അദ്ദേഹം തൻ്റെ ആളുകൾക്കൊക്കെ വാട്സപ്പ് സന്ദേശം അയച്ചിട്ട് പറയുകയാണ്, മരിച്ച വീട്ടിലേക്ക് വരിക, അവിടെ നിന്ന് ലഞ്ച് എൻ്റെ വകയാണ്. അങ്ങനെ ഒരു വിശാലമായ ലഞ്ചും കുറേ തമാശകളും ഒക്കെ പറഞ്ഞ് അവരവിടെ ലഞ്ച് ആസ്വദിക്കുകയാണ്, മരണാസ്വാദനം. അത് കഴിഞ്ഞ് വേറൊരു വ്യക്തി നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് കിട്ടും, ഇന്ന് ഡിന്നർ എൻ്റെ വകയാണ്, നിങ്ങളെല്ലാവരും മരിച്ച വീട്ടിലേക്ക് വരിക, നമുക്ക് അവിടെ ഡിന്നർ കഴിക്കാം. പിന്നെ അത് കഴിഞ്ഞ് ഈ പ്രവൃത്തി ചുരുങ്ങിയത് ഒരാഴ്ച ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഓരോ വ്യക്തികളും അവരവർ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ വലിപ്പം ജനങ്ങളെ പ്രദർശിപ്പിക്കുക എന്നുള്ളൊരു തത്വമാണ് അവിടെ കാണുന്നത്. മരണപ്പെട്ടു പോയ വ്യക്തിയെക്കുറിച്ചിട്ട് ഒന്ന് ചിന്തിക്കുകയോ അദ്ദേഹത്തിന് വേണ്ടി ഒരു ദുആ ചെയ്യുകയോ അദ്ദേഹത്തിന്റെ മഗ്ഫിറത്തിന് വേണ്ടി തേടുകയോ ഒന്നും നടക്കുന്നില്ല. ഇവിടെ വെറും തമാശയും കളിയും ഒരു മരണാഘോഷമാണ് നടക്കുന്നത്. ഇത്തരം ഒരു മരണാഘോഷം ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അതുകൂടാതെ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ കണ്ടുവന്നിരിക്കുന്ന ഒരു വിഷയം മൂന്നാം ഫാത്തിഹ, പിന്നെ 40 കണ്ണോക്ക്, ആണ്ട്, ഈ വക ഒരു പരിപാടികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സഹാബിമാരിൽ നിന്നും നമുക്ക് തെളിവില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ വക പരിപാടികളിൽ നിന്നെല്ലാം എൻ്റെ കുടുംബക്കാരോട് വിട്ടുനിൽക്കാൻ വേണ്ടി ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. പിന്നെ ഈ വിഷയമായിട്ട് എനിക്ക് അവസാനമായി പറയാനുള്ളത് എന്തെന്നാൽ, ഞാൻ ഗൾഫിലാണ് മരണപ്പെടുന്നതെങ്കിൽ ഒരു മുഅ്മിൻ എവിടെയാണോ മരണപ്പെടുന്നത് അവിടെയാണ് അദ്ദേഹത്തെ ഖബറടക്കേണ്ടത്. ഞാൻ ഗൾഫിലാണ് മരണപ്പെടുന്നതെങ്കിൽ അവിടെ ഖബറടക്കം നടത്തണം. ഗൾഫിൽ വളരെ എളുപ്പമാണ്. ഒരാൾ വീട്ടിൽ സ്വാഭാവിക മരണം നടന്നു കഴിഞ്ഞാലും നമ്മളതിനെ പോലീസിനെ അറിയിക്കണം. പോലീസ് വരും, ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, മോർച്ചറിയിൽ വെക്കും. എപ്പോഴാണോ നമ്മളതിനെ മയ്യത്ത് മറമാടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഇശാക്കോ മഗ്‌രിബിനോ ളുഹറിനോ എപ്പോഴാണെന്ന സമയം അറിയിച്ചു കഴിഞ്ഞാൽ ആ സമയത്തിന് ആംബുലൻസ് അവിടെ ഖബറിസ്ഥാനിൽ മയ്യത്ത് കൊണ്ടുവന്ന് കൊടുക്കും. ആളുകൾക്ക് അവർ തന്നെ കുളിപ്പിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ഉണ്ട്. ബന്ധുക്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കുളിപ്പിക്കുന്ന പരിപാടിയിൽ അവർക്ക് സ്വന്തമായിട്ട് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ മക്കൾക്കോ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ പങ്കെടുക്കാനും കഴിയും. അങ്ങനെ കുളിപ്പിച്ചതിന് ശേഷം അവിടെ ഖബറടക്കും. ഇത് ഗൾഫിലെ ചുറ്റുപാടുകളാണ്. എന്നാൽ ചില ആളുകൾ ഇവിടെ നിന്ന് മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവൃത്തി കണ്ടിട്ടുണ്ട്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എവിടെയാണോ മരണപ്പെടുന്നത് അവിടെയാണ് അദ്ദേഹത്തെ ഖബറടക്കേണ്ടത്. ഇതിനോട് ചേർത്തൊരു കാര്യം പറയാനുള്ളത് എന്തെന്നാൽ, ഞാൻ ഇന്റർസ്റ്റേറ്റ് വണ്ടി ഓടിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർക്കും ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചിങ്ങോട്ടുമൊക്കെ. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് കാക്കട്ടെ, എന്തെങ്കിലും കാരണവശാൽ ഒരു അപകടം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലാണോ കർണാടകയിലാണോ എവിടെയാണോ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഖബറടക്കേണ്ടത്. അതും മീസാൻ കുത്താത്ത ഖബറിസ്ഥാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവിടെ ഖബറടക്കം. മീസാൻ കുത്തുന്ന ഖബറിസ്ഥാനിൽ എൻ്റെ ഖബറടക്കം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതെൻ്റെ ഒരു വസിയത്താണ്. എൻ്റെ സഹോദരന്മാരും മക്കളും അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിവിടെ എനിക്ക് വേണ്ടി ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ഞാനിവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ എനിക്ക് വേണ്ടി നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ട ഒരു വിഷയം പ്രത്യേകം ഞാനിവിടെ വസിയത്ത് ചെയ്യുകയാണ്, അപേക്ഷിക്കുകയാണ്. അതെന്തെന്നാൽ, ഞാൻ മരണപ്പെട്ട് മറമാടി കഴിഞ്ഞതിന് ശേഷം ഖബറിന്റെ അടുത്ത് നിന്നുകൊണ്ട് നിങ്ങൾ എല്ലാവരും എത്ര സമയം നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ കഴിയുന്നുവോ, എത്ര സമയം എനിക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലാൻ കഴിയുന്നുവോ അത്രയും സമയം നിങ്ങൾ അവിടെ നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നിങ്ങൾക്കൂടെ സ്ക്രീനിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, നിങ്ങളുടെ സഹോദരനെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്, അദ്ദേഹത്തിന്റെ മഗ്ഫിറത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എത്ര സമയം നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ കഴിയുമോ അത്രയും സമയം നിന്നുകൊണ്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യുക, എനിക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുക എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അമർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ മറ്റു സഹാബിമാരോട് വസീയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞാൽ, മറമാടി കഴിഞ്ഞാൽ ഒരു ഒട്ടകത്തെ അറുത്ത് മാംസം വിതരണം ചെയ്യാനും മാത്രം എത്ര സമയം വേണമോ അത്രയും സമയം ദുആ ചെയ്യാനാണ് അദ്ദേഹം വസീയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഹദീസ് മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അത്രയും സമയം ഒരു ഒട്ടകത്തെ അറുത്ത് വിതരണം ചെയ്യുന്നത്ര സമയം എന്ന് പറയുമ്പോൾ 2-3 മണിക്കൂർ സമയമാണ്. അത്രയൊന്നും
മനുഷ്യരെ കൊണ്ട് സ്വാഭാവികമായിട്ട് നിൽക്കാനൊന്നും കഴിയില്ല. എന്നിരുന്നാൽ തന്നെ നിങ്ങളെ കൊണ്ടാവുന്നത്ര എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, തസ്ബീത്ത് ചൊല്ലണം എന്ന് ഞാനിവിടെ സാന്ദർഭികമായിട്ട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്, അപേക്ഷിക്കുകയാണ്. പിന്നെ ഇപ്പോൾ എൻ്റെ ജനാസയും എൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കാനുള്ളത് എന്തെന്നാൽ, ഞാനിപ്പോൾ അധിക സമയവും നാട്ടിലാണുള്ളത്. നാട്ടിൽ 2 പള്ളി ഉണ്ടാക്കുന്ന പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ചുരുങ്ങിയത് ഒരു വർഷം 2 വർഷം ആ രീതിയിൽ അങ്ങോട്ട് പോകും. ആ സമയത്താണ്, നാട്ടിലുള്ള സമയത്താണ് ഞാൻ മരണപ്പെടുന്നതെങ്കിൽ എൻ്റെ ഗൾഫിലുള്ള മക്കളും ഭാര്യയും സഹോദരിമാരും ഒക്കെ ഒരു ടിക്കറ്റ് എടുത്ത് ഓടി ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താതിരിക്കുകയാണ് വേണ്ടത് എന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. കാരണം നിങ്ങൾ വരുന്ന സമയം വരെ ഈ മയ്യത്തിനെ കാത്തുവെക്കേണ്ടി വരുമല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോൾ മരണപ്പെടുന്നുവോ അടുത്ത ജമാഅത്ത് നമസ്കാരത്തോടു കൂടിയിട്ട് ആ മയ്യത്ത് ഖബറടക്കണം, എൻ്റെ മയ്യത്ത് ഖബറടക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ നിങ്ങൾക്ക് വന്നേ തീരൂ, കണ്ടേ തീരൂ എന്നൊരു സെന്റിമെന്റ് ഉണ്ടെങ്കിൽ പിന്നെ ഞാനതിനെ തടയുന്നില്ല. പക്ഷെ എൻ്റെ ആഗ്രഹം ആരും തന്നെ, ഗൾഫിലുള്ളവരും അതേപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ളവരും ഒക്കെ തന്നെ അവർ വന്ന് കാണുന്ന ഒരു പരിപാടി ഒഴിവാക്കുക. അത്രയും സമയം അവർക്ക് വേണ്ടി കാത്തുവെക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടാകും, അത് മയ്യത്തിന് പ്രയാസങ്ങളുണ്ടാകും. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ ദുആ തീർച്ചയായിട്ടും അള്ളാഹു എനിക്ക് എത്തിച്ചു തരും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എവിടെയായിരുന്നാലും അവിടെ ഇരുന്ന് ദുആ ചെയ്യുക എന്നൊരു വസിയത്ത് എൻ്റെ സഹോദരങ്ങൾക്കും എൻ്റെ വേണ്ടപ്പെട്ടവർക്കും വിദേശത്തുള്ളവർക്കും ഒക്കെ ഞാൻ ഈ എൻ്റെ സംസാരം മുഖേന നൽകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ വിഷയമായി ഇത്രയൊക്കെ തന്നെയാണ് സംസാരിക്കാനുള്ളത്. അള്ളാഹു സത്യം സത്യമായി കണ്ടെത്താനും അതിൽ ഉറച്ചു നിൽക്കാനും തെറ്റായി കണ്ടെത്താനും അതിൽ നിന്ന് വിട്ടു നിൽക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.